Bismillah, Alhamdulillah, As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in, amma ba'du. Rabbi yassir wa la tu'assir, Rabbi zidna ilman wa hilman wa adaban kamila, Rabbi tammim bil khayri was sa'ada wa bika nasta'in. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു ദീനീ വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടു കൂടി ഈ ഒരു ഇരുത്തം ഒരു ഇബാദത്തായി നല്ലൊരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വസായ അബി ദർദാ റളിയല്ലാഹു അൻഹു, സഹാബാക്കളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സാരോപദേശങ്ങൾ സലഫുകൾ എപ്പോഴും അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിലെ ചില ഉപദേശങ്ങളാണ് ഇൻഷാ അള്ളാഹ് മനസ്സിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. അവരാണ് സഹാബാക്കൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ. അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളെ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാൻ അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. അത് അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ പറഞ്ഞതുപോലെ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, നിന്റെ റബ്ബ് അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സൃഷ്ടിക്കും. ആരെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. വ യഖ്താർ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു തിരഞ്ഞെടുക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആര് സഹവസിക്കണം, എങ്ങനെയുള്ള ആളുകളാവണം, അതൊക്കെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പറ്റിയ സഹാബാക്കൾ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തു. മകാന ലഹുമുൽ ഖിയറ, അവർക്കൊരു തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. റബ്ബിനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ആ സഹാബാക്കൾ അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. മറ്റേ ഹുദൈബിയ സന്ധി, മരത്തിന്റെ അടിയിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത കേട്ടപ്പം തന്നെ, സംഭവം ഉണ്ടായിട്ടില്ല, മരണം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിഹാദിന് വേണ്ടി പുറപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താ? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന് താഴെ താങ്കളോട് ബൈഅത്ത് ചെയ്ത സന്ദർഭം സഹാബാക്കളാണ്. ആ സഹാബാക്കൾ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അങ്ങനെ ആ സഹാബാക്കളിൽ അൻസാറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച വേണ്ട സൗകര്യങ്ങളൊക്കെ ഹിജ്റ പോയപ്പോൾ ചെയ്തു കൊടുത്ത അൻസാറുകളുണ്ട്, മുഹാജിറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സഹാബിയാണ് ആര്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, ഒരു മുർസലായ ഹദീസ് സ്വന്തം പറയുകയാണെങ്കിൽ അത് ദഈഫായ ദുർബലമായ ഗണത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക, ഇടയിൽ സഹാബി വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോ അത് സ്വന്തം പറയുമ്പോൾ, ഒറ്റയടിക്ക് പറയുമ്പോൾ അത് ദുർബല ഗണത്തിലാണെങ്കിലും അത് ചില നിബന്ധനകളോടുകൂടി ഹദീസിന്റെ പണ്ഡിതന്മാർ അതിന് ശക്തി പകരാൻ മറ്റു റിവായത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മുർസലായ ഒരു റിവായത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വന്ന ഒരു ഉദ്ധരണി കാണാൻ പറ്റും. ഇമാം അത്ബറാനി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചത്, ഇബ്നു അസാക്കിർ ഒക്കെ അദ്ദേഹത്തിന്റെ താരീഖിലൊക്കെ ഉദ്ധരിച്ചതാണ്. ഹകീമു ഉമ്മത്തി ഉവൈമിർ, എന്റെ ഉമ്മത്തിലെ ഹക്കീം. ഹക്കീം എന്ന് പറഞ്ഞ ആരാ? തത്വജ്ഞാനി. ഹക്കീം എന്ന് പറഞ്ഞ തത്വജ്ഞാനി. ആരാണ് ഈ തത്വജ്ഞാനി എന്ന് അറിയാം നമ്മള്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
തത്വജ്ഞാനി നമ്മൾ ആരെ കുറിച്ചാ പറയാ? ഒരു എന്ത് വിഷയം വരുമ്പോൾ ഒരു കാര്യത്തിൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കി അതിനെന്ന കാര്യങ്ങൾ ഒരു ഹിക്മത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക, ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ തത്വജ്ഞാനം എന്നറിയാം. മനസ്സിലായോ? അങ്ങനെ ഒരു വിഷയത്തിൽ ആഴത്തിൽ കറക്റ്റ് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു ആൾക്കാണ് നമ്മൾ എന്ത് പറയാ, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ തത്വജ്ഞാനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. അപ്പോ എന്റെ ഉമ്മത്തിലെ തത്വജ്ഞാനി ഹക്കീമാകുന്നു ഉവൈമിർ എന്നാണ്. ആരാണ് ഉവൈമിർ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഇത് മുർസലാണെങ്കിലും സഹാബയുടെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇതിന് ശക്തി പകരുന്ന മറ്റു ധാരാളം സഹാബാക്കളിൽ നിന്നും, എണ്ണമറ്റ സഹാബാക്കളിൽ നിന്നും ഈ സഹാബാക്കളുടെ കൂട്ടത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ അതിബുദ്ധിമാനാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന റിവായത്ത് മറ്റു ധാരാളം വന്നിട്ടുണ്ട്. പല റിവായത്തുകളും കാണാം, സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു. ഇബ്നു സഅദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ റിവായത്ത് ചെയ്തത് കാണാം. ഇബ്നു അസാക്കിർ താരീഖിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ്? അഖലുന്നാസി ഉവൈമിർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ബുദ്ധിയുള്ള ബുദ്ധിശാലിയായിരുന്നു ആര്? ഉവൈമിർ. അതാരാ ഉവൈമിർ എന്ന് പറഞ്ഞാൽ? ഉവൈമിർ ബനു സയ്യിദ് എന്ന് പറയുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന് കാണാം. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രങ്ങൾ കാണാൻ പറ്റും. ഇമാം അദ്ദഹബി റഹ്മഹുല്ലാഹ് സിയറു അലാമിൻ നുബലായിൽ പറഞ്ഞത് കാണാം, അവ്വലു മൻ സന്നൽ ഹിലഖ ലിഇഖറാഇൽ ഖുർആനി ഫിൽ മസാജിദി അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ആദ്യമായി പള്ളികളിൽ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി ഖുർആന്റെ ഹൽഖ ആദ്യം കൊണ്ടുവന്നത്, ആദ്യം ചെയ്തത് ആരാണ്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇമാം അദ്ദഹബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറ ഗ്രന്ഥത്തിൽ, ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ മദീനയിൽ വെച്ച് ബദർ ദിനത്തിലാണ് മുസ്ലിം ആവുന്നത്, ബദർ യുദ്ധത്തിലാണ് മുസ്ലിം ആവുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഉഹദിലും മറ്റു പല രണാങ്കണങ്ങളിലും പല യുദ്ധക്കളത്തിലും ആര് പങ്കെടുത്തിട്ടുണ്ട്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നടത്തുന്ന അതിഗംഭീരമായ പടയോട്ടം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ആ ഒരു എന്താണ് ആ ജിഹാദ്, അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിഅമൽ ഫാരിസു ഉവൈമിർ. ഈ ഉവൈമിർ അതായത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ത് നല്ല ധീരനായ, എന്ത് നല്ല പടയാളിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ഹാക്കിം ഒക്കെ ഉദ്ധരിച്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പ്രത്യേകതകളുള്ള അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ദമസ്കസിലെ ഖാദിയായിട്ട് നിയോഗിച്ചിട്ടുണ്ട്, ഗവർണറായിട്ട്. ഖാദിയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നിയോഗിച്ചതായിട്ട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ദമസ്കസിൽ മരണപ്പെടുന്നത്. ഏതായാലും വലിയ ഒരു അഖലുന്നാസ്, ധാരാളം സഹാബാക്കൾ പറഞ്ഞ ബുദ്ധിശാലിയായ സഹാബി എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം സാരോപദേശങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും നമ്മുടെ മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഉപദേശങ്ങളാണ്. വേറൊരു റിവായത്തിൽ ഇബ്നു സഅദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ പറഞ്ഞ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ അസ്ഹാബുകളോട് പറയുമായിരുന്നു എന്നാണ്. ആരാണ് ഇബ്നു ഉമർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ സഹാബാക്കളോട് പറയുമായിരുന്നു എന്നാ. എന്താ പറയാന്നറിയുങ്ങള്? കാന അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു യഖൂലു പറയുമായിരുന്നു എന്നാ, ഹദ്ദിസൂനാ അനിൽ ആഖിലൈൻ, രണ്ട് ബുദ്ധിമാരെ, രണ്ട് ആഖിലീങ്ങളെ സംബന്ധിച്ച് നമുക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയാറുണ്ടായിരുന്നതാ. അപ്പൊ ഫയുഖാലു, അപ്പൊ പറയപ്പെടുമെന്ന, മനി ചോദിക്കപ്പെടും, മനിൽ ആഖിലാനി, ആരാണ് ഈ രണ്ട് ബുദ്ധിമാന്മാർ? അപ്പൊ ഫയഖൂൽ, അദ്ദേഹം പറയുമെന്ന, മുആദ് വ അബൂ ദർദാ. ആരാണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അപ്പോൾ ബുദ്ധിശാലികളാണ്. ഈ മുആദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം ധാരാളം ഹദീസിന്റെ സംഭവങ്ങളിൽ ഹലാലും ഹറാമുമായി ബന്ധപ്പെട്ടും ധാരാളം
പല റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർബീയത്തിന് വേണ്ട, നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ വേണ്ട, പരലോകത്തിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന നല്ല നല്ല ഉപദേശങ്ങൾ, ധാരാളം ഉപദേശങ്ങൾ മുത്തുമാലകൾ പോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉലമാക്കൾ ഇങ്ങനെ എടുത്തുദ്ധരിക്കാറുണ്ട്. അതിൽ ചിലതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം നമ്മളെല്ലാവരും ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു പറയാൻ, ഉത്ലുബുൽ ഇൽമ, ഇബ്നു സഅദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിച്ചതാണ്. ഉത്ലുബുൽ ഇൽമ, നിങ്ങൾ ഇൽമ അന്വേഷിക്കണം. ശരിക്കും നമ്മൾ ആ വാചകങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ഉത്ലുബുൽ ഇൽമ, നിങ്ങൾ ഇൽമ അന്വേഷിക്കണം. ഫഇൻ അജസ്തും, നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ആ ഇൽമ അന്വേഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഅഹിബ്ബു അഹ്ലഹ, ദർത്തോ അതിന്റെ അഹ്ലുകാരെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഇനി അദ്ദേഹം വീണ്ടും പറയാ, ഫഇല്ലം തുഹിബ്ബൂഹും, ഇനി നിങ്ങൾ അവരെ ഈ ഇൽമിന്റെ ആളുകളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടില്ല, ഫലാ തുബ്ഗിദൂഹും, നിങ്ങൾ അവരോട് വെറുപ്പ് കാണിക്കരുത്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട വാചകങ്ങളാണ്. ഇത് ഈ ഉമ്മത്തിനോട് മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ വസിയ്യത്താണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? ഉത്ലുബുൽ ഇൽമ, നമ്മുടെയൊക്കെ എന്നോടും നിങ്ങളോടും എല്ലാവരോടുള്ള ഉപദേശമാണ്. ഉത്ലുബുൽ ഇൽമ, നിങ്ങൾ ഇൽമ അന്വേഷിക്കണം. ഏതാ ഇൽമ? ദുനിയാവിന്റെ ഇൽമാണോ? അല്ല. ഏതാ? അൽ ഇൽമു ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചുമുള്ള ഇൽമാണ്. ഈ ഇൽമ അന്വേഷിക്കാൻ വേണ്ടി മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമ്മോട് ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും എനിക്ക് ധാരാളമായി ഉണ്ടാവണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഇൽമ ഏതാണ്? ദീനിയായ ഇൽമാണ്. ഖുർ റബ്ബി സിദ്നി ഇൽമാ, ഖുൽ നബിയെ താങ്കൾ പറയണം, റബ്ബി സിദ്നി ഇൽമാ. അയത് ഇൽമ ദുനിയാവിന്റെ ഇൽമാണ് അല്ല, ഒരിക്കലും അല്ല. പരലോകത്തേക്ക് മുതൽ കൂട്ടാകുന്ന അള്ളാഹുവെ കുറിച്ചും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഇൽമാണ്. അപ്പൊ അത് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടാൻ അള്ളാഹു പറയാൻ. ഇത് നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ പൊതുവേ പിറകോട്ടാണ്, അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ തേടിയ കാര്യം എന്തേ ഉള്ളൂ? ഇൽമേ ഉള്ളൂ. സമ്പത്ത് കിട്ടാൻ, സമ്പത്ത് അള്ളാഹുവേ എനിക്ക് ധാരാളം സമ്പത്ത് വേണം, വലിയ കൊട്ടാരം ഉണ്ടാക്കാൻ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച അള്ളാഹു കൊടുക്കും. പക്ഷെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ മിസ്കീനായി ജീവിക്കാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത്. മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അന്നന്ന് ജീവിച്ച് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോവാൻ, മിസ്കീനായി മരിച്ചു പോവാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, ലം യഅ്മുരില്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യദഉ ബിൽ ഇസ്തിയാദ് മിൻ ഷൈഇൻ ഇല്ലാ മിനൽ ഇൽമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വർദ്ധിക്കാൻ വേണ്ടി, വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആകെ ഏത് മാത്രമേ ഉള്ളൂ? ഇൽമു മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ഇൽമു മാത്രം. അത് വർദ്ധിപ്പിച്ചു തരാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. നമുക്കറിയാം, ഇൽമു പഠിച്ചാൽ, യഥാർത്ഥ ഇൽമു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജുസ് സലഫ് അനുസരിച്ച് നമ്മൾ ദീൻ പഠിക്കുമ്പോൾ അതിന്റെ ഗുണം വലുതാണ്, നാളെ ആഖിറത്തിലും വലുതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാദലയിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ആന്റെ ദർജ ഉയരുമെന്ന് അല്ലാഹു പറയുന്നത് ഇൽമുള്ള ആളുകൾ, അല്ലാഹു ഇൽമ കൊടുത്ത ദീനിൽ നല്ല അവഗാഹം നേടാനുള്ള തൗഫീഖ് നൽകിയ ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. അവരുടെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇൽമ പഠിക്കണം സഹോദരന്മാരെ. അത് നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നിർബന്ധമായിട്ടുള്ള, പൊതുവെ ആളുകൾ താൻ നിർബന്ധമായും പഠിക്കേണ്ട ഇൽമുണ്ട്, അല്ലാത്ത ഇൽമുണ്ട്. നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, അതേപോലെ സക്കാത്ത്, നോമ്പ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കൽ വാജിബാണ്. അതിൽ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അവൻ കുറ്റക്കാരനാണ്.
അതുകൊണ്ട് അതിനപ്പുറവും ധാരാളം ഇൽമ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇൽമുൽ ഫറായിദ് അത് ഓരോ വ്യക്തിക്കും പഠിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല, എങ്കിലും സമൂഹത്തിൽ ഒരാൾ വേണം, ഫർദു കിഫായയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇൽമ് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ വസിയത്ത് അതാണ്. ഇനി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഫഇൻ അജസ്തും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, എല്ലാവരും ഒരേ ലെവലായിക്കോളൊന്നുമില്ല ഇൽമിന്റെ വിഷയത്തില്. ഇൽമ് പഠിക്കുന്ന വിഷയത്തില് ഇൽമിന്റെ വിഷയത്തിൽ ഒരേ ഹദ്ദിൽ ഒരേ ലെവലിലായിരിക്കോളൊന്നുമില്ല, പലരും പല വ്യത്യാസങ്ങളും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ ഇനി ആർക്കെങ്കിലും തലബുൽ ഇൽമി, ഇൽമ് പഠിക്കാൻ എന്തെങ്കിലും നിലക്ക് പ്രയാസം വന്നാൽ ഫഅഹിബ്ബു അഹ്ല, നിങ്ങൾ എന്ത് ചെയ്യണോ? അതിന്റെ അഹ്ലുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എങ്ങാനും കഴിയണം. നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം അതാ, ഇൽമ് പഠിക്കയില്ല, എന്നാ ഇൽമ് പഠിക്കുന്ന ഉലമാക്കൾ ഒരു വിലയില്ല. ഉലമാക്കൾ എന്തോ ഒരു രണ്ടാം കടയിൽ കാണുന്ന ഒരു അവസ്ഥ പൊതുവെ നമ്മുടെ കേരളക്കരയിൽ മൊത്തത്തിൽ. എന്നാൽ ഈ കേരളത്തിലുള്ള പല നേതാക്കന്മാരും സംഘടന നേതാക്കന്മാരും ഒക്കെ വലിയ പണ്ഡിതന്മാരായിരിക്കും, ഒക്കെ പണ്ഡിതന്മാരായിരിക്കും. പുറമ്പുള്ള എന്ന അറബി രാജ്യത്തുള്ള ലോകം അംഗീകരിക്കാൻ സലഫുകൾ പറഞ്ഞാലോ അപ്പൊ ഒരു രണ്ടാം കട. അപ്പൊ എന്താ പറയാ, ആദ്യം ഖുർആനും സുന്നത്തും എടുക്കേണ്ടി, എന്നിട്ട് മതി പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെ തന്നെ ഈ ഖുർആൻ വല്ല വിവരക്കേടാ പറയുന്നത്. ഈ ഖുർആനും സുന്നത്തും എങ്ങനെ എടുക്കുക? സ്വന്തം എടുക്കുക ഇല്ല. എവിടുന്ന് എടുക്കുക? ഇൽമ് പഠിക്കുന്നതിന് അത് ആദ്യം മുതലേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം എങ്ങനെ പഠിച്ചെടുത്താ? ഇല്ല, ആരെ പഠിപ്പിച്ചു കൊടുത്ത്? ജിബ്രീൽ അലൈഹിസ്സലാം ഉസ്താദ്. അങ്ങനെ വീണ്ടും വന്നു സഹാബാക്കൾ. എവിടുന്നാ പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ശേഷം താബിഈങ്ങൾ. ആ ഒരു പാരമ്പര്യം, ഇൽമിന്റെ പാരമ്പര്യം ഇപ്പോഴും ലോകത്തുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ പഠിക്കണം. നമ്മളായാലും ഞാനായാലും എൻ്റെ അടുത്തും കുറവുകളുണ്ട്. നമുക്ക് ചിലപ്പം പഠിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ എല്ലാവർക്കും ഒരേ നിലക്ക് പോയി എല്ലാം സാധിച്ചോളണമെന്നില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പൊ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ തബി, അങ്ങനെ പഠിച്ച് ഉസ്താനിൽ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു ചരിത്രം. അതാണ് ഇൽമിന്റെ ഒരു രീതി. മനസ്സിലാവുണ്ടോ? ഇത് നമ്മളെ നാട്ടിൽ എന്താ യഥാർത്ഥ നിലക്ക് എവിടെങ്കിലുമൊക്കെ കുറച്ച് അറബി കോളേജിലൊക്കെ തോണ്ടി പഠിച്ച് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാനായ പൊതുവെ സാധാരണക്കാരൊക്കെ എന്താ പറയാ, അറിവില്ലായ്മ കൊണ്ടാണ്. എങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ കണ്ടാ പണ്ഡിതന്മാരായിരിക്കും. പ്രസംഗിക്കുന്ന ആ പണ്ഡിതൻ പണ്ഡിതൻ എന്നൊക്കെ പറയണേ, ശരിക്കും ആലിം എന്ന് പറയണതിന്റെ യോഗ്യത എത്ര? ഖുർആനും ഹദീസിലും നന്നായി അവഗാഹം വേണം. ഹുക്കുമുകളെ, തെളിവുകളെ ഇസ്തിംബാത്ത് ചെയ്യാൻ സാധിക്കുന്ന ഉസൂലുൽ ഫിഖ്ഹിലും ഉസൂലുൽ ഹദീസിലും ഉസൂലുൽ തഫ്സീറിലും നാസിഖ് മൻസൂഖ്, അങ്ങനെ എല്ലാത്തിലും അറബി വിജ്ഞാനത്തിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാവണം. നമ്മളെ നാട്ടിലോ അറബി ഒരു നേരാവണ്ണം പഠിച്ചിട്ടുണ്ടാവില്ല. അറബി കോളേജിൽ നിന്ന് പഠിക്കുന്ന ഏതോ 1-2 പാള് നെഹു ഉണ്ടാവും, അതിന്റെ നേരാവണ്ണം പഠിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ വായ കൊണ്ട് നല്ല സാമർത്ഥ്യം ഉണ്ടാവും. അങ്ങനെ ഖുർആനും മറ്റേ പരിഭാഷയും വെച്ച് നല്ല പ്രസംഗിക്കും. ലക്ക പിന്നെ പണ്ഡിതനായി. പിന്നെ അങ്ങനെ ഓരോ ഉപദേശിക്കാൻ പോയാൽ എന്താ, അപ്പൊ ഇങ്ങനെ ശൈത്താൻ ഇടപെടും. അപ്പൊ നമ്മളിങ്ങനെ പറയും, നമ്മൾ ആലിമീങ്ങളിലേക്ക് മടങ്ങണം, ഉലമാക്കളിലേക്ക് മടങ്ങണം എന്ന് പറയുമ്പോ അതൊരു പുച്ഛം. അത് അറേബ്യൻ സലഫിസം എന്ന ഒരാളൊക്കെ ആരോ കിതാബ് എഴുതിയിരുന്നു, ചേകന്നൂരി. അറബി സലഫിസം മുജാഹിദ് പ്രസ്ഥാനമോ ചേകന്നൂരി കണക്കന്നെ, ഇതായിട്ട് കൊടുക്കട്ടെ. അപ്പോ അത് വലിയ അപകടാ. നമ്മൾ ഇൽമ എടുക്കുന്നത് ആലിമീങ്ങൾ, ഇൽമിന്റെ ആളുകൾ, വാഹകർ എന്ന് പറഞ്ഞാൽ ലോകത്ത്. ഞാൻ പണ്ടാരോ പറയലുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ പോയിട്ട് മലയാളി ആരോ പോയി ചോദിച്ച്, ഒരു അറബി ചോദിച്ചപ്പോ നിങ്ങളുടെ നാട്ടില് അപ്പൊ അള്ളാഹു അല്ല പറയലുണ്ട് എപ്പോഴും, അലിമീങ്ങൾ ചോദിച്ചപ്പോ കുറേ പണ്ഡിതന്മാരുണ്ട് പറഞ്ഞു. അപ്പൊ അറബി പറഞ്ഞു ഇത്രേ, നിങ്ങളുടെ നാട്ടിൽ കുറെ ഉണ്ടല്ലേ, നമ്മളിവിടെ 4-5 ആൾക്കാരൊക്കെ ഉള്ളു. അവരെ പണ്ഡിതന്മാരാരാ? ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇതാണ് ആലിമീങ്ങളായി കാണും. നമ്മളെ നാട്ടിലെല്ലാം പറഞ്ഞ മാതിരി പ്രസംഗിക്കാൻ കഴിവുള്ളവരൊക്കെ ആലിമീങ്ങളായിട്ടാ പറയും. നമ്മളൊക്കെ തലബൽ ഇൽമിന്റെ 1% നമ്മളൊക്കെ. എത്ര കിടക്കുന്നുണ്ട്, മരണം വരെ പഠിച്ചാലും തീരുമോ? ഇൽമ പഠിച്ചിട്ട് മതിയാ ഇതിന്റെ ഒക്കെ ഫുള്ളായി ആരെങ്കിലും പറയോ? ഇക്കലുമില്ല. ഇമാം അഹമ്മദിന്റെ ഖൗലൊക്കെ ഓർമ്മല്ലേ, ജനിച്ചത് മുതൽ ഖബറിൽ പോകുന്നവരെ ഇൽമ പഠിച്ചാലും ഇൽമ തീരൂല. ഇൽമ അത്രയും ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇൽമ പഠിക്കുന്ന ആ ഇൽമിന്റെ ആളുകളെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പല വിഷയങ്ങൾ വന്നപ്പോ, തൗഹീദ് തന്നെ, ശിർക്ക്, ജിന്ന്, മറ്റു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഈ നാട്ടിൽ എന്തോ മലയാളം പെറുക്കി 2 അറബി കോളേജിൽ പഠിച്ച ആളുകൾ പറയുന്ന കേട്ടിട്ട്, അല്ലെങ്കിൽ ആ നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ അത് അംഗീകരിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ലോകം അംഗീകരിക്കുന്ന സലഫി ഉലമാക്കളുണ്ട്. അവരുടെ അടുക്കൽ പോയാൽ 5 മിനിറ്റ് മതി, അതിന് തയ്യാറാവില്ല. അതിന് നമ്മൾ കാണിച്ചു കൊടുത്താലോ അതൊക്കെ പണ്ഡിതന്മാരല്ല നമുക്ക് വലുത്, ഖുർആൻ വലുത് അറിയും. അത് വലിയ വിവരക്കേടാ. പണ്ഡിതന്മാരെ സംഭവം ശരി തന്നെ, പക്ഷേ മനസ്സിലാക്കുന്ന വലിയ തെറ്റാ.
പണ്ഡിതന്മാരെന്താ സ്വന്തം തോന്നി ഓലിങ്ങനെ എന്തോ വിളിച്ചു പറയുന്ന മാതിരിയാ പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനല്ല ഒരിക്കലും. അവർ ഈ പറയുന്ന രീതിയിൽ ഇൽമ് പഠിക്കുന്ന രീതി ഉണ്ട്. ഉലമാക്കൾ പഠിച്ചെന്ന് അപ്പൊ അവർക്കൊരു വില ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. ഫഅഹിബ്ബു അഹ്ല, നിങ്ങൾ അതിന്റെ ആളുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാവണം. മനസ്സിലായേ? കാരണം ഇൽമിന്റെ ആളുകൾ ദറജുള്ളവരാ. അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് അൽബാനിനൊക്കെ കുറ്റം പറയുന്ന കുറെ മുഫ്തിമാരും ഫാത്തിനുകളുണ്ട്. തബ്ലീഗിലായാലും അമീൻ മുഫ്തി, അങ്ങനത്തെ കുറെ ഫാത്തിനുകളുണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയാ. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോ അവര് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് എത്ര ഈ നമുക്കൊന്ന് വായിച്ച് നമ്മളൊന്ന് ഇത്തരം ചിലപ്പോൾ ഒരു കിതാബ് പോലും ഫുള്ള് വായിച്ചിട്ടുണ്ടാവില്ല. എത്ര കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഒന്നുപോലും ഫുള്ള് വായിച്ചു തീർക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. ആ നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഇവരൊക്കെ അങ്ങനെ അങ്ങോട്ട് കുറ്റം പറയാ. ഒരു ഇൽമില്ലാത്തവരൊക്കെ പറയുന്നത് എന്തൊക്കെ സുബ്ഹാനല്ലാഹ് പറയുന്നത്. അത് വലിയ അപകടമാണ്. ആ ഇൽമിന്റെ ആളുകളെ, ഇമാം ഷാഫി ആയാലും ശരി, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളായാലും ശരി, എല്ലാവരും അത് നമ്മുടെ ഇമാമിങ്ങളാ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, ഇൽമിന്റെ വാഹകര. അവർ നിനക്ക് ധാരാളം ഖൈറാത്തുകൾ തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഫഅഹിബ്ബു അഹ്ല. ഇൽമിന്റെ ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. എന്നിട്ട് വീണ്ടും ഫഇല്ലം തുഹിബ്ബൂഹും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഫലാ തുബ്ഗിദൂഹും, നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തരുതേ. നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ പല ആളുകളുടെ സംസാരം കൊച്ചാക്കിയിട്ടുള്ള സംസാരം സംസാരിക്കുന്നവരുണ്ട്. അത് വലിയ അപകടമാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അതാ മുഅ്മിനീങ്ങൾ പരസ്പരം ഔലിയാക്കന്മാരാണ്. അതായത് ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് പറഞ്ഞാ ബഅ്ദുഹും യുഹിബ്ബു ബഅ്ദാന, ചില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. അതിൽ ഇൽമുള്ളവരാകുമ്പോ അവരങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണ്. കാരണം അവരുടെ അടുക്കൽ നമുക്ക് ഇൽമു കിട്ടാനുള്ളതാ. ആലിമീങ്ങൾ, ലോകത്ത് പണ്ഡിതന്മാരില്ല, നമ്മുടെ അവസ്ഥ എന്താവും? അതാണ് പറ്റ അബദ്ധത്തിലായി പോകും. അതുകൊണ്ട് ഈ ഒരു ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒന്ന്, ഇൽമു അതാണ് ഒന്നാമത്തെ ഉപദേശം. അതാ ഇൽമു നമ്മൾ പഠിക്കണം, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇനി അതെന്തെങ്കിലുമൊക്കെ കാരണം നമുക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയൽ ആദ്യം തന്നെ നമ്മളെ സ്റ്റെപ്പ് മനസ്സിലുണ്ടാവണം. ആ ഇൽമിന്റെ ആലിമീങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം. ഈ ഉപദേശം വളരെ വിലപ്പെട്ട ഉപദേശമാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ഉണർത്താൻ. രണ്ടാമതായി, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തന്റെ അസ്ഹാബുകളോട് ഒരു ദിനം പറഞ്ഞ ഒരു ഉപദേശം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ നുഐം, അതേപോലെ ഇബ്നു അസാകിർ റഹ്മഹുല്ലാഹ്, അവരൊക്കെ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചതാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാ, ഇന്നി ലആമുറുക്കും ബിൽ അംരി വമാ അഫ്അലുഹു വലാകിന്നി അർജു അൻ ഉജറ അലൈഹി. നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട വിഷയം. പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. എന്താണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഇന്നി ലആമുറുക്കും ബിൽ അംരി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിക്കും. പല കാര്യങ്ങളും നിങ്ങളോട് കൽപ്പിക്കും. വമാ അഫ്അലുഹു, എന്താ കാര്യത്തിന്റെ പ്രത്യേകത? ചിലപ്പോ ഞാനത് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യവും നിങ്ങളോട് ഞാൻ കൽപ്പിക്കും എന്ന് മാത്രല്ല, വലാകിന്നി, പക്ഷേ അർജു അൻ ഉഅ്ജറ അലൈഹി, പക്ഷേ അതിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമ്പോ അതിൽ എനിക്ക് കൂലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അത് വലിയൊരു വാക്ക് നമ്മൾ ചിന്തിക്കേണ്ട. എന്താ പറഞ്ഞത്? പലപ്പോഴും ഇപ്പൊ സുന്നത്തായ നമ്മളിപ്പോ ഒരു ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇപ്പൊ സുന്നത്തായ കാര്യങ്ങൾ, മുസ്തഹബായ ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാം നമുക്ക് ചിലപ്പോൾ എപ്പോഴും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല എന്ന് കരുതി ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ദുഹ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് കരുതി ബാക്കിയുള്ളവനെ ഉപദേശിക്കരുതാണ് അതിന്റെ അർത്ഥം. അല്ല, അങ്ങനാണെങ്കിൽ അത് വലിയ അപകടം. അങ്ങനെ ചിന്തിക്കരുത്. പലപ്പോഴും ചില ആളുകൾ ഞാനൊന്നും യോഗ്യനല്ല, ഇതിന്റെ അർത്ഥം ഹറാമുകൾ ചെയ്യുക, അല്ലെ വാജിബാത്തുകൾ വീഴ്ച വരുത്താന്നല്ല. അത് നമ്മൾ വാജിബാത്തുകൾ ചെയ്യണം, ഹറാമുകൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഓക്കെ, അത് എന്നാൽ സുന്നത്തായ മുസ്തഹബായ കാര്യങ്ങൾ അവർ വേറെ വിഷയം. അപ്പൊ മുസ്തഹബായ വിഷയങ്ങളിൽ എല്ലാം ഒരാൾക്ക് എപ്പോഴും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഇപ്പൊ രാത്രി ചിലപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ നിങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ രാത്രി നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കണം എന്ന് ഉപദേശിക്കുകയാണ്. ആ പറഞ്ഞ ആളെ നിങ്ങൾ ഒരു ദിവസം നോക്കുമ്പോ രാത്രി നിസ്കരിക്കുന്നത് നിങ്ങൾ കാണില്ല, അല്ലെ ദുഹാ നിസ്കരിക്കുന്നത് കാണില്ല. അപ്പോൾക്ക് അയാൾ എന്താ നമ്മൾ ഉപദേശിക്കുന്നത്, എന്നിട്ട് മൂപ്പര് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ അറിയാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതിലെന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടാവും. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്.
അതാണ് മഹാനായ ഈ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളോട് ഞാൻ മുസ്തഹബായ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് കൽപ്പിക്കും, ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. ഞാനൊരു പക്ഷെ അത് ചെയ്യുന്നുണ്ടാവൂല, ആ കൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ കൂലിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് വലിയൊരു തത്വ. അതുകൊണ്ടാണല്ലോ ഇമാം അഹ്മദ് റഹ്മഹുല്ലയെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹ്മഹുല്ല ബാഗ്ദാദിലേക്ക് അബൂ സുർഅ വലിയ പണ്ഡിതനായിരുന്നു. അബൂ സുർഅ അങ്ങനെ വരുന്നത് കേട്ടപ്പോ മഹാനായ ഇമാം അഹ്മദ് റഹ്മഹുല്ല ധാരാളം പല രാത്രികളിലും കുറച്ചധികം രാത്രികളിൽ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടില്ല എന്നാ ചില റിവായത്തുകൾ കാണാൻ പറ്റും. മാ സല്ലൈതു ഗൈറൽ ഫറായിദ് ഇസ്തഅ്സർതു ബിമുദാക്കറതി അബീ സുർഅ എന്നാണ്. ഞാൻ ഫർദല്ലാത്ത മറ്റു നിസ്കാരം ഒന്നും നിസ്കരിച്ചില്ല. എന്തേ കാരണം? അലാ നവാഫിലി ഇസ്തഅ്സർതു ബിമുദാക്കറതി അബീ സുർഅ അലാ നവാഫിലി. ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യങ്ങൾ അബൂ സുർഅയുടെ മജ്ലിസിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ പറഞ്ഞ മനസ്സിലായി എനിക്ക്? രാത്രി സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ഫضൽ എന്താ? ഇൽമ് പഠിക്കുക എന്നുള്ളതാ. അത് നമ്മളെപ്പോഴും ഓർമ്മ വേണം. തലബുൽ ഇൽമ് പഠിക്കുക എന്നുള്ളത് ശരിയായ നിയ്യത്തോടു കൂടി എന്നിൽ നിന്ന് ജഹ്ൽ ഉയർത്തണം, അങ്ങനെ പഠിച്ച് ജനങ്ങളിൽ നിന്നും ജഹ്ൽ ഉയർത്തണം. ഈ നിയ്യത്തോടു കൂടി ഇൽമ് പഠിച്ചാൽ അത് രാത്രി നിസ്കാരത്തെക്കാളും ഉത്തമമാണ്. ഈ സുന്നത്ത് നിസ്കാരത്തിന് വളരെ ശ്രേഷ്ഠതയുള്ള രാത്രി നിസ്കാരം. ആ രാത്രി നിസ്കാരത്തെക്കാളും സുന്നത്താണ് ഇത് ഇൽമ് പഠിക്കുക. അതുകൊണ്ടാണ് അബൂ സുർഅ വന്നപ്പോ സുന്നത്ത് ഫർദല്ലാത്ത ഞാൻ നിസ്കരിച്ചില്ല. എന്താ? സുന്നത്തുകളൊക്കെ ഒഴിവാക്കി. എന്തിനു വേണ്ടി? ആ സമയവും അബൂ സുർഅന്റെ കൂടെ നിന്ന് പരമാവധി എടുക്കാൻ പറ്റുന്നൊക്കെ എടുക്കേണ്ടിട്ടാ. നിങ്ങൾ മനസ്സിലാവുണ്ടോ? എന്ന് കരുതി ഇമാം അഹ്മദിന് സുന്നത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അർത്ഥം? ആണോ? അല്ല, കൽപ്പിക്കുക. ഇങ്ങനെ ചിലപ്പോൾ പല മസ്ലഹത്ത് ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചിലപ്പോൾ എല്ലാം നമുക്ക് ചെയ്തോളണോ, എല്ലാം ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മഹുല്ലാന്റെ വാക്ക്, അദ്ദേഹം പറയാൻ, മാ കുല്ലു മാ നഅ്മുറുകും ബിഹി നഫ്അലുഹു. എന്താ? നിങ്ങളോട് കൽപ്പിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. വലൗ തറക്നൽ അംറ ലിഅജ്ലി അദമിൽ ഫിഅലി മാ അമർനാകും ഇല്ലാ ബിൽ ഖലീൽ. നമ്മൾ ചെയ്യുന്നത് മാത്രമേ നിങ്ങളോട് കൽപ്പിക്കാവൂ എന്നാണെങ്കിൽ നിങ്ങളോട് കുറച്ചേ നമുക്ക് കൽപ്പിക്കാനുണ്ടാവും. ആരാ പറയുന്നത്? മനസ്സിലായി പറഞ്ഞേ? നമ്മൾ ഫുള്ള് ഇപ്പൊ മുസ്തഹബായ കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ള് ചെയ്തിട്ടേ നിങ്ങളോട് ചെയ്യുന്നത് മാത്രമേ നിങ്ങളോട് കൽപ്പിക്കാൻ പറ്റൂന്നാണെങ്കിൽ നിങ്ങളോട് കൽപ്പിക്കാൻ കുറച്ചേ ഉണ്ടാവും. ആരാ പറയുന്നത്? അതിന്റെ അർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. എന്താ? ആരാ പറഞ്ഞത്? ഇമാം മാലിക് റഹ്മഹുല്ല. അതിന്റെ അർത്ഥം എന്താ? ചിലപ്പോ നമ്മള് ചില സുന്നത്തിൽ ആലിമീങ്ങളാണ്, ഇൽമുള്ള ആളുകളാണ്, ഒന്നൊന്നിനേക്കാൾ മസ്ലഹത്തുള്ള കാര്യം ഉണ്ടാവും. ഇപ്പൊ നേരത്തെ ഇതുപോലെ ഇമാം അഹ്മദ് റഹ്മഹുല്ല അബൂ സുർഅ പണ്ഡിതന്റെ അടുത്ത് ഇരുന്നിട്ട് എടുക്കുന്ന ഇൽമ്, അത് അദ്ദേഹം മനസ്സിലാക്കാൻ ആ ഇൽമ് കിട്ടുക എന്നുള്ളതാണ് സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠത. ആര് മനസ്സിലാക്കി? ഇമാം അഹ്മദ് റഹ്മഹുല്ല. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹ്മഹുല്ല വാക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ലിഅന്ന തലബൽ ഇൽമി ലാ യഅദിലുഹു ശൈഉൻ ലിമൻ സഹഹത് നിയ്യതുഹു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ നിയ്യത്തോടു കൂടി ഇൽമ് പഠിക്കുന്നവനോട് കിടപിടിക്കാൻ, മത്സരിക്കാൻ, അവനെ കവച്ചു വെക്കാൻ ഒന്നും തന്നെ അല്ല. വളരെ വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ് ഇൽമ് നേടുക എന്നുള്ളത്. അത് നമ്മളെ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഉത്തുലുബുൽ ഇൽമ, ഒന്നാമത്തെ നമ്മളെ വസിയത്ത് മനസ്സിലുണ്ടാവണം. കാരണം ഈ സുന്നത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും പണ്ഡിതന്മാർ പറയാറുള്ളത്, ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന് തെളിവായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കാൻ പറഞ്ഞു. ഏറ്റവും ഈ വിത്റാക്കൽ നിസ്കരിക്കൽ ഏറ്റവും ഉത്തമ എപ്പോഴാ? ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്, തഹജ്ജുദായി നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കാൻ പറഞ്ഞു എന്നാണ്. അത് വെച്ചിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഹദീസിനെ വിശദീകരിച്ചത് കാണാൻ പറ്റും. എന്താ പറയാൻ കാരണം? അബൂ ഹുറൈറ രാത്രി ആ ഹദീസുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഹിഫ്ളാക്കാൻ വേണ്ടി ഇതങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാ. മനസ്സിലുണ്ടോ? അപ്പൊ അത് പഠനം, അത് ഈ രാത്രി നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഹിഫ്ളാക്കി കുറെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കുന്നതൊക്കെ അഫ്ദൽ എന്താണ്? ഹിഫ്ളാക്കലാണ്, ഇൽമു പഠിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്?
ഉറങ്ങുന്നതിന് മുമ്പ് എന്താക്കാൻ, വിത്രാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാ ശേഷം ഇൽമിന്റെ തലബുൽ ഇൽമിലായിരിക്കാര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ചിലപ്പോ ചില കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണം നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോ നമുക്ക് ഒരു തടസ്സം കണ്ടു, പെട്ടെന്ന് തിരക്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം കൊണ്ട് നമ്മൾ മാറ്റാൻ മറന്നുപോയി. ഇനി കുറച്ചപ്പുറത്തെത്തിയപ്പോ നമ്മൾ ഒരാളെ കണ്ടു, അപ്പൊ അവനോട് ഈ വിഷയമായി ഉപദേശിക്കേണ്ട അവസ്ഥ വന്നപ്പോ ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പാ അത് ചെയ്തില്ലാലോ, അപ്പൊ എനിക്കിപ്പോ ഇത് ഉപദേശിക്കാൻ അർഹത ഉണ്ടോ? അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? മനസ്സിലായില്ലേ? സുന്നത്തായി എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ സാധിച്ചോളണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉദാഹരണങ്ങളാ. ചിലപ്പോ അതിനേക്കാൾ ഹൈറായ വേറെ എന്തെങ്കിലും മസ്ലഹത്ത് അവിടെ ഉണ്ടാവും, അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് മറ്റത് ഉപേക്ഷിക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? അതാണ് രണ്ടാം. അതങ്ങനെ കൽപ്പിക്കുമ്പോ എന്താ അതിന്റെ ഗുണം? കൂലിയും കിട്ടാൻ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞ് അവൻ ചെയ്താൽ അവന്റെ കൂലി കിട്ടും. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലാകിന്നി അർജു അൻ ഉജ്റ അലൈഹി, പക്ഷെ എനിക്ക് അതിന് കൂലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കി, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ നല്ല ഉപദേശങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഒരു ഉപദേശം, സമയക്കുറവുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉപദേശം മനസ്സിലാക്കിയ ചോട്ടാക്കി പറയുന്നത്. മൂന്നാമത്തത് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹം തന്റെ അസ്ഹാബുകളോട് പറയാൻ, ഇസ്തഈദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്, കപട ഭയഭക്തിയിൽ നിന്നും അല്ലാഹുവോട് നിങ്ങൾ അഭയം തേടണം. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ ഹുവ, എന്താണ് ഈ കപട ഭയഭക്തി? അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുറൽ ജസദു ബിഹി ഖാശിഅ, നോക്കുമ്പോ നല്ല താടി ഉണ്ടാവും, നല്ല ജുബ്ബൊക്കെ ധരിച്ച ആളായിരിക്കും. പുറമെ നോക്കുമ്പോൾ നല്ല ഖുശൂ ഉള്ള ശരീരമായിരിക്കും. ശരീരം കാണുമ്പോ ഭയങ്കര നല്ല ഭയഭക്തി ആയിരിക്കും. പക്ഷെ വൽ ഖൽബു ലൈസ ബിഖാശിഅ, ഖൽബോ ഖുശൂ ഇല്ലാത്ത അവസ്ഥ. അതാർക്കാ? സ്വന്തം ഓരോരുത്തർക്കാ മനസ്സിലാവുക. പുറമെ കാണുന്ന എന്താ, ശരീരമൊക്കെ നല്ല ഭയഭക്തിയിലേക്ക് നിസ്കരിക്കുന്ന ഖുർആൻ ഉണ്ടാവും, ഉള്ളിലോ ഭയഭക്തി ഉണ്ടാവില്ല, അല്പം നിഫാഖായിരിക്കും. അല്ല ആളുകളെ കാണിക്കാനായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഭയപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞു, ഇമാം തബറാനി മുഅ്ജമുൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവ്വലു മാ യുർഫഉ മിനൻ നാസി അൽ ഖുശൂ, ജനങ്ങളിൽ നിന്നും ആദ്യം ഉയർത്തപ്പെടുന്ന കാര്യം എന്താ? ഖുശൂ, ഭയഭക്തിയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രത്യേകം നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഇസ്തഈദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്, കപട ഭയഭക്തിയിൽ നിന്നും അല്ലാഹുവോട് നീ രക്ഷ തേടണം. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്റെ മനസ്സിൽ എനിക്കറിയാം, ഞാനിപ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ, ഞാനിപ്പോ നിങ്ങളോട് തന്നെ പറയുമ്പോ എനിക്ക് വേണം എന്താക്കാ, എന്റെ നിയ്യത്ത് റിയാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പല നിയ്യത്ത് മാറാം, വനാവാൻ പാടില്ല. നമ്മളിതാ ഇൽമു പഠിപ്പിക്കുന്ന ഇബാദത്താണ്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോഴാവട്ടെ, ഏത് ദീനിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾക്ക് അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഫിത്ന വരുന്നു തോന്നിയാ റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിആദത്ത്, ദുആ ചെയ്യണം, അഭയം തേടണം. അതുകൊണ്ടാണ് ഒരിക്കലും ആ ഒരേ അവസ്ഥയിൽ തുടർന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാൻ കാരണം. ഒരിക്കൽ മഹാനായ താബിഈ പണ്ഡിതനായ അൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു. അവര് പറഞ്ഞു, ഹൗലാഇ താബിഊന അക്സറു ഇബാദഹ മിൻ സഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫകൈഫ കാന അസ്സഹാബത്തു അർഫഅ മിൻഹു മൻസില. അവരുടെ ചോദ്യ, അല്ല ഈ സഹാബാക്കൾക്ക് ശേഷം വന്ന ആളുകൾ അവര് ഇബാദത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെക്കാളും ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ ഫകൈഫ കാന സഹാബത്തു റളിയല്ലാഹു അൻഹും അർഫഅ മിൻഹും മൻസില, പിന്നെ എങ്ങനെയാണ് ഈ ശേഷം വന്ന ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സഹാബാക്കൾക്ക് ശേഷം വന്ന ആളുകളെക്കാളും വലിയ പദവിയുള്ള ആളുകളായി സഹാബാക്കൾ മാറി എന്നാരോട് ചോദിക്കുക? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി. മനസ്സിലായില്ലേ ചോദ്യം? അപ്പോ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി മറുപടി, കാന സ്വഹാബത്തു യതഅബ്ബദൂൻ, സഹാബാക്കൾ കുറച്ചാണെങ്കിലും, കുറച്ച് പറഞ്ഞാൽ ഒറ്റ കുറവെന്ന് അർത്ഥമല്ല, അത് ശരിക്കും ചിന്തിക്കാൻ വേണ്ടി പറയാ, അവർ ഇബാദത്ത് ചെയ്യും, പക്ഷെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരുടെ ഖൽബ് വൽ ആഖിറതു ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ എന്താ? പരലോകാൻ. എന്നാ പിൽക്കാലത്ത് വന്നവരോ ഫയതഅബ്ബദൂൻ, അവർ ധാരാളം ഖുർആൻ ഓതുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ എന്താ?
ദുനിയാവായിരിക്കും. അവരും ഇവരും എത്ര വ്യത്യാസമുണ്ട്. ആര് പറയാ? അൽ ഹസനുൽ ബസ്രി ഉണ്ടാ. അപ്പോ കുറെ ഖുശൂ ഇല്ലാതെ ധാരാളം ചെയ്ത് കൂട്ടുക എന്നുള്ളത് അല്ല കാര്യം. ഖുശൂഓടുകൂടി ഭയഭക്തിയോടുകൂടി കുറച്ചാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതും വലമിസ്ഖാലു ദർറത്തിൻ മിൻ ബിർരി സാഹിബി തഖ്വാ വയഖീൻ. ചെറിയൊരു ആണ്, ഒരു ചെറിയ ഉറുമ്പിന്റെ വലുപ്പമുള്ള അത്ര ഒരു കാര്യമാവട്ടെ, ആ ഒരു കാര്യം നല്ല യഖീനോടുകൂടി തഖ്വയോടുകൂടി ഒരു നല്ല ആള് ഭയഭക്തിയോടുകൂടി ചെയ്യാം. ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതിന്റെ ആ ഭയഭക്തിയോടുകൂടി ചെയ്യുന്നതിനാണ് മുൻഗണന എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു യഖീനോടുകൂടി നല്ല ദൃഢയോടുകൂടി തഖ്വയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ഒരു അമലാണ് അഅ്സമു വഅഫ്ദലു വഅർജഹു മിൻ അംസാലിൽ ജിബാലി മിൻ ഇബാദത്തിൽ മുഗ്തരീൻ. ഖുശൂ ഇല്ലാതെ ഖൽബിൽ ദുനിയാവുമായി പർവ്വതക്കണക്കിന് ഇബാദത്ത് ചെയ്യുന്നവരെക്കാളും അഫ്ദലും ആസം ശ്രേഷ്ഠതയും മഹത്വവും ഒരു ചെറിയ അളവിലാണെങ്കിലും ഖുശൂഓടുകൂടി തഖ്വയോടുകൂടി ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഇബാദത്താണ്. അതാണ് അഫ്ദൽ. മനസ്സിലായെങ്കിൽ അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഖബഡ നിഫാഖിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നാലാമത്തെ മഹത്തായ നമ്മൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വലിയൊരു ഉപദേശമാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ. തൗഹീദുള്ള ആളുകളിൽ തെറ്റ് പറ്റുമ്പോൾ പലപ്പോഴും നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട, തൗഹീദുള്ള നമ്മുടെ സഹോദരന് തെറ്റ് പറ്റിയ പിന്നെ അവനെ എന്നും അതേ കണ്ണോണ്ട് കണ്ട് അവൻ ഒരിക്കലും ഒരു ഹൈറായ നിലക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്ത രൂപത്തിൽ അവനെ സൈഡാക്കി അങ്ങനെ കുറ്റം പറഞ്ഞെടുക്കുക, ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അത് ശരിക്കും ചിന്തിക്കാൻ നല്ല ഭംഗിയുള്ള ഉദാഹരണമാണ് ആര് പറയുന്നത്? അബൂദർദാ റളിയല്ലാഹു അൻഹു. ശരിക്കും ചിന്തിക്കാം. ഒരിക്കല് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നു പോകുന്നത് നടന്നു പോവാൻ. ഈ നടന്നു പോകുമ്പോ അദ്ദേഹം ചില ആളുകൾ ആളെങ്ങനെ ചീത്ത പറയുന്നത് കണ്ടു. ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ചീത്ത പറയാ. ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് ചീത്ത പറയാ. അപ്പൊ അതിലെ ആരിങ്ങനെ പോണേ? അബൂദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവാൻ. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട. അപ്പൊ അവരോട് ചോദിക്കാനേ ഇവനെങ്ങനെ ചീത്ത പറയാണ്, തൗഹീദുള്ള ആളാണ്, തെറ്റ് പറ്റിയപ്പോ എങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവരോട് അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, അറഅയ്തും, അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ലൗ വജദ്തുമൂഹു ഫീ ഖലീബിൻ, നിങ്ങൾ ഈ ചീത്ത പറയുന്ന നിങ്ങളുടെ സഹോദരന് തെറ്റ് പറ്റിയപ്പോൾ ചീത്ത അറിയാണല്ലോ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ ചീത്ത പറയുന്ന ഈ നിങ്ങളുടെ ഈ സഹോദരൻ അവന് വലിയൊരു ആഴമുള്ള കിണറ്റിൽ അപ്പൊ വീണോ ഇത് നിൽക്കുക, വലിയൊരു ആഴമുള്ള കിണറ്റിലാണ് വീണോ ഇത് നിൽക്കുക. അലം തകൂനു മുസ്തഖ്രിജി, അപ്പൊ നിങ്ങൾ ഓനെ രക്ഷപ്പെടുത്തൂലേ? ഒരു ചോദ്യ. നമ്മളെ കൂട്ടത്തിൽ ഇപ്പോ ഒരാൾ തെറ്റ് ചെയ്തു പോയി, ഓനെ തെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ഒരു അബദ്ധത്തിൽ ഒരു അപകടം പറ്റുമോ, നമ്മൾ രക്ഷിക്കൂലേ? രക്ഷിക്കും. ചിന്തിക്കാൻ വേണ്ടി അബൂദർദാ റളിയല്ലാഹു ഹക്കീം നമ്മൾ പറയില്ല, ഹക്കീം എന്ന് പറയാൻ കാരണേ ശരിക്കും അവരെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദാഹരണ സഹിതാണ് സഹാബി പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഖാലു ബല, അത് തീർച്ചയായും നമ്മൾ രക്ഷപ്പെടുത്തും. അപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഫലാ തസുബ്ബു അഖാകും, എങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ചീത്ത പറയരുത്. വഹ്മദുല്ലാഹല്ലദീ അഫാകും, നിങ്ങൾക്ക് വിട്ടുവീഴ്ച തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഹംദ് ചെയ്തു കൊള്ളുക. മനസ്സിലുണ്ടോ? നിങ്ങൾക്ക് മാപ്പാക്കി എല്ലാ നിലക്കും ഖൈറ് നൽകുന്ന അള്ളാഹുവിനെ നിങ്ങൾ ഹംദ് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. മനസ്സിലുണ്ടോ? അപ്പൊ അവര് ചോദിച്ചു, അല്ല അഫലാ തുബ്ഗിദു, അപ്പൊ തിരിച്ചു ചോദിച്ചു, അല്ല ഇങ്ങനെ ഈ തെറ്റ് ചെയ്ത ആളോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട. അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ഉബ്ഗിദു അമല, തീർച്ചയായും ഞാൻ അവൻ ചെയ്ത അമലിനെയാണ് വെറുക്കുന്നത്. ഫഇദാ തറകഹു, അതവൻ ഉപേക്ഷിച്ചാൽ ഫഹു അഖി, അവന്റെ സഹോദരനാണ്. നോക്കി, ഇത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ഉണ്ടാവില്ല. ഒരു തൗഹീദുള്ള നമ്മുടെ സഹോദരന് തെറ്റ് പറ്റിയ അവനോട് ആ തെറ്റിനനുസരിച്ചുള്ള ദേഷ്യം അവനോട് ഉണ്ടാവാൻ പാടുള്ളൂ.
ബാക്കി അവനോടുള്ള ഇഷ്ടമാണ്. നമ്മൾ മുഅ്മിനായ സഹോദരനല്ലേ, ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവന്റെ അമല് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഞാൻ വെറുക്കുന്നുണ്ട്. അതവൻ ഉപേക്ഷിച്ചാൽ തൗബ ചെയ്ത് അവൻ നമ്മുടെ സഹോദരൻ തന്നെ, പഴയ പോലെ നമ്മുടെ സഹോദരൻ തന്നെയാണ്. നോക്കി ഇവിടെ അദ്ദേഹം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരിച്ച ഉദാഹരണം എന്താ അറിയോ? ഈ നിങ്ങൾ ഈ ചീത്ത പറയുന്ന, നമ്മളിപ്പോ ഒരു കാലം തെറ്റു പറ്റിയ വിചാരം ആയിക്കോട്ടെ, എന്താ ഏറ്റവും വലിയ തെറ്റെന്താ അതന്നെ സംഭവിച്ചു നിൽക്കുക. അവനങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ അങ്ങനെ ആട്ടിവിട്ടാ എന്താ സംഭവിക്കുക? ഓ മാറുവോ? ഇല്ല. നേരെ മറിച്ച് ആ മനുഷ്യൻ തന്നെ നമ്മൾ തൊട്ട് കുറച്ചപ്പുറത്ത് കിണറ്റിൽ വീണ് കിടക്കുക, രക്ഷിക്കൂല നമ്മള്? അപ്പൊ ഷിർക്കിനോടുള്ള ചായ്വുള്ള ആളാ, അല്ല ഇങ്ങനത്തെ നിസ്കരിക്കാത്തവനാണ് എന്ന് കരുതിയിട്ട് ഓനാണ് ഇട്ട് പോവോ? ഇല്ല, നമ്മൾ രക്ഷിക്കും. അപ്പൊ നോക്കി ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. എങ്കിൽ അപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഇവനും എന്താ, ഈ തെറ്റ് ചെയ്തവനും പൊട്ടക്കിണറ്റിൽ വീണാങ്ങൾ രക്ഷിക്കല്ലോ. എങ്കിൽ പിന്നെ ഈ തെറ്റ് ചെയ്തത് എങ്ങനെ? അതും ഇവനൊരു ഇങ്ങനെ ചതിയിൽ വീണുപോയതാണ്. എവിടെ? ശൈത്താന്റെ ഒരു കിണറ്റിൽ വീണു, ശൈത്താന്റെ കെണിയിൽ വീണുപോയതാണ്. അവനെ രക്ഷിക്കണ്ടേ? അല്ലാതെ അവനെ ചീത്ത പറഞ്ഞ് എന്താ അവനെ നിങ്ങൾ പൊട്ടക്കിണറ്റിൽ വീണവനോട് ഇങ്ങനെ നമ്മള് നീ നിസ്കരിക്കാത്തവനല്ലടാ, നീ അങ്ങനെ 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 ഇങ്ങനെ നിൽക്കുക? അല്ല, വേഗം രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തു. നോക്കണം, ചിന്തിക്കാൻ നല്ല ഉദാഹരണങ്ങളാണ് ചോദ്യം. അപ്പോ അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, അതേപോലെ ഒരു തെറ്റ് സംഭവിച്ചു പോയാ അവൻ ശൈത്താന്റെ പിടിയിൽപ്പെട്ടു പോയതാണ്. അവിടുന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള മൈൻഡ്, നിന്റെ സഹോദരനാണ് എന്ന മനസ്സ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. മനസ്സിലായില്ലേ? പലപ്പോഴും ആളുകൾ അങ്ങനെ തെറ്റ് ചെയ്തവനെ പിന്നെ എന്നും അങ്ങനെ കണ്ട് അങ്ങനെ ആവാൻ പാടില്ല. ചിലപ്പോൾ മനുഷ്യനാണ്, തെറ്റുപറ്റി വലിയ തെറ്റു സംഭവിച്ചു, അവനെ ഉപദേശിക്കണം. നാട്ടിലാകെ എല്ലാവരോടും പറഞ്ഞെടുക്കാൻ വേണ്ടി അല്ലല്ല. ഒരാൾക്കൊരു തെറ്റ് പറ്റിയാ അത് മറച്ചു വെക്കണം, സഹോദരന് തെറ്റ് പറ്റിയാ മറച്ചു വെക്കണം. ഇന്ന് അതൊന്നല്ല, ഇന്ന് മൊത്തം വളരെ മോശമായ രീതിയിൽ എത്ര വലിയ തെറ്റ് പറ്റിയാലും അതാ നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ അവന്റെ തെറ്റ് മറച്ചു വെക്കണമെന്നല്ലേ. ഇന്നിപ്പോ ആളുകൾ എന്താ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചിലപ്പോൾ സംഘടനയ്ക്ക് വേണ്ടിയിരിക്കും, എന്റെ സംഘടനപ്പെട്ടവൻ അല്ലാത്തവനൊരു നമ്മുടെ ഇപ്പൊ നമ്മൾ സംഘടനയിൽപ്പെട്ട ഒരാളൊരു തെറ്റുണ്ട്, ഓ മുസ്ലിം തന്നെയാണ്, സംഘടനപ്പെട്ട ഒരാളെ തെറ്റുണ്ട് നിൽക്കുക. അതുകൊണ്ട് സംഘടനന്റെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് നമുക്ക് ഇങ്ങനെ ആ സംഘടന മോശമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവന്റെ ഈ ന്യൂനത എടുത്ത് നമ്മൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഏത്? ഒരിക്കലും പാടില്ല. അതൊന്നും ശരിയല്ല. അന്ന് അങ്ങനെ സംഘടനകളുടെയിലും വ്യക്തിപരമായി നടക്കുന്ന തെറ്റുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇതൊക്കെ നടക്കുന്നത്, ഇതൊക്കെ വലിയ അബദ്ധമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു മുസ്ലിം സഹോദരന് തെറ്റുപറ്റിയ മൈൻഡിൽ എന്താ വേണ്ടിയേ? അല്ലാഹുവേ, ഓൻ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണല്ലോ എന്ന ചിന്ത വേണ്ടി. മനസ്സിലായേ? അതേപോലെ അവൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ നമ്മൾ രക്ഷിക്കും, വേറെ ഒന്നും സംസാരിക്കാൻ നിൽക്കൂല എന്നതുപോലെ ശൈത്താന്റെ കെണിയിൽ അകപ്പെട്ടു പോയതാണ് അവൻ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണല്ലോ എന്നാവണം. അല്ലേ പിന്നെന്താ സംഭവിക്കുക? അവന് ആരും മൈൻഡ് ചെയ്യാതെ അങ്ങനെ അവസാനം അവന് നശിച്ചോണ അവസ്ഥ ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത് ചിന്തിക്കാൻ വേണ്ടിയാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ. മാത്രമല്ല സംസാരങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇദാ ഖാല റജുലു, ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുമ്പോൾ എന്താ പറയാ? ഹലക്കന്നാസു ഫഹുവ അഹ്ലകുഹും. രണ്ട് റിവായത്ത് അവിടെ അബൂ ഇസ്ഹാഖ് പറയാ, ലാ അദ്രി, എനിക്കറിയില്ല ഇവിടെ അഹ്ലകഹും എന്നാണോ അഹ്ലകുഹും എന്നാണോ, രണ്ടാകുമ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും പറഞ്ഞ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു മനുഷ്യൻ പറയാ ഹലക്കന്നാസു, ജനങ്ങളൊക്കെ നശിച്ചണോ, ജനങ്ങളൊക്കെ നശിച്ച്, അതായത് ഞാനെല്ലാം തികഞ്ഞു, അത് പറയാൻ വ്യത്യാസമുണ്ട്. ഞാനെല്ലാം തികഞ്ഞ് ആയവനാണ് എന്ന നിലക്ക് അഹങ്കാരത്തോടു കൂടി ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം കാണുമ്പോഴേക്കും അവനെ പോലെ വിളിച്ച് ജനങ്ങളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, അവനാണ് ഏറ്റവും, ആ പറഞ്ഞവനാണ് ആദ്യം നശിച്ചു പോയത് എന്ന് ആര് പറയാ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലകുഹു എന്ന് വായിക്കും. അതിന്റെ കാരണം അവന്റെ കിബറും അഹങ്കാരവും സ്വയം തസ്കിയ, ഞാൻ വലിയ ആളായി എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത, അത് ശരിയല്ല. മനസ്സിലാവും? ജനങ്ങൾ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ ശിക്ഷ വരുന്ന ആളുകളാക്കി മാറ്റാൻ പാടില്ല. നശിച്ച കൗമ് എന്ന് പറഞ്ഞാല് അള്ളാന്റെ ശിക്ഷയ്ക്ക് വിധേയരായവർ നമ്മൾ പറയുന്നത്, അപ്പൊ അത് സൂക്ഷിക്കണം. അതാണ് അഹ്ലകുഹും. ഇനി അതല്ല അഹ്ലകഹും, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവരെ അവൻ നശിപ്പിച്ചു എന്നും അതിനർത്ഥം വരും. അപ്പൊ എന്താ? ഒരാൾ തെറ്റ് ചെയ്ത എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഇനിയൊക്കെ നശിച്ചടോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓനാകെ നിരാശ വരൂ, ഓനെ തോപ ചെയ്ത് മടങ്ങാനുള്ള ഒരു മൈൻഡും ഉണ്ടാവില്ല. അപ്പൊ അവനെ നശിപ്പിച്ച് കളയാ ചെയ്യുന്നത്. ഇത് രണ്ടായാലും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോ നല്ല ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്,
ജനങ്ങളൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹം അഹങ്കാരമൊന്നുമില്ല. തെറ്റുകൾ ഇങ്ങനെ വ്യാപിക്കുന്നത് കാണുമ്പോൾ പറയാ, അള്ളാഹുവേ എങ്ങനെ പോയ ആളുകൾ നശിച്ചു പോവല്ലോ. അത് വ്യത്യാസമുണ്ട്. ആളുകൾ നാശത്തിലാവുമല്ലോ എന്ന് ചിന്തിക്കുക. അത് കുഴപ്പമുണ്ടോ? ഇല്ല, അത് ശിക്ഷ ഇറങ്ങാൻ കാരണം. അതല്ലാതെ എന്തെങ്കിലും അബദ്ധം കാണുമ്പോൾ ഞാനൊക്കെ തികഞ്ഞെന്ന നിലക്ക് ഇയൊക്കെ നശിച്ചാന്നെ, എന്തെങ്കിലും ഇയൊക്കെ നശിച്ചാന്നെ അവനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഒന്നുകിൽ അവൻ തന്നെ നശിച്ചവൻ, അല്ലെങ്കിൽ അവന്റെ ആ വാക്ക് കൊണ്ട് അവൻ മറ്റുള്ളവരെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മുടെ സംസാരം എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. എന്താ കേൾക്കുന്നൊക്കെ പറഞ്ഞെടുക്കുക എന്നുള്ളത്, അത് ഒരു കളവാവാൻ അത് മതി. അത് ഒരിക്കലും നമ്മുടെ നാവിൽ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇത്രയും ഉപദേശങ്ങൾ, ഇനിയുണ്ട് ധാരാളം ഉപദേശങ്ങൾ. അപ്പൊ നമ്മുടെ സമയം നിസ്കാരത്തോട് അടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഉപദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ശരിക്കും ആണി പോലെ തറച്ചു വെക്കാൻ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഉപദേശിക്കുക. നമ്മുടെ മനസ്സിലുള്ള ഒന്നാമത് പറഞ്ഞെന്താ, നിങ്ങൾ ഇൽമു നേടണേ. എന്താണ്? ഇൽമു നേടണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം പറ്റിയാ ഇൽമുള്ള ഉലമാക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം. അവരെ ചീത്ത പറയുകയും അങ്ങനെ തോന്നിയാസം പറഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞ എന്താണ്, മുസ്തഹബായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചോണമെന്നില്ല എന്ന് കരുതി നമുക്ക് എന്താ അത് പറയാൻ പാടില്ല എന്നില്ല. നമുക്ക് പറയാം, അതുകൊണ്ട് അവൻ ചെയ്ത് നമുക്ക് കൂലിയും കിട്ടും. ശരി. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? മൂന്നാമതാ കപട ഭയഭക്തി. അങ്ങനെ എന്തെങ്കിലും വന്നാ ഇപ്പോൾ അള്ളാഹുവോട് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിആദത്ത്, അഭയം തേടണം. നാലാമത് നമ്മൾ പറഞ്ഞത് തൗഹീദുള്ള നമ്മുടെ സഹോദരന്മാർക്ക് തെറ്റുപറ്റിയ ചീത്ത പറയുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ചീത്ത പറഞ്ഞ അവനെ നിരാശനാക്കുന്നത് ഒരിക്കലും ശരിയല്ല. മറിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ വീണാൽ നമ്മൾ അവനെ രക്ഷപ്പെടുത്തുന്നത് പോലെ അവനെ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് തിരുത്തി അവനെ തൗബ ചെയ്യിപ്പിച്ച് നിങ്ങൾ മടങ്ങി വീണ്ടും എൻ്റെ സഹോദരനായി തന്നെ കൂടെ കൊണ്ടു നടക്കാനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.